നിലവിലെ MLA കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എഫ് രാജ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ജയിക്കും. ഈ ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റാണിത്. കെട്ടിട നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പുതിയതായിട്ടുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം. അതുകൂടാതെ തന്നെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് എന്തടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് അതിൻ്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. 1931 മുതൽ 100 അടി വീതിയിൽ അവിടെ റോഡ് റവന്യൂ ഭൂമിയാണ് എന്ന് രാജവിളംബരമുള്ളതാണ്. മൂന്നാറ്റിൽ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ ടൂറിസ്റ്റുകൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കത്തക്ക നിലയിൽ ഒരു മാറ്റം അവിടെ ഉണ്ടാകണ്ടേ. നിലവിലെ MLA കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും നിയന്ത്രണങ്ങളെല്ലാം വന്നിട്ട്, ഈ റോഡിന്റെ നിയന്ത്രണം വന്നിട്ട്, അതോടൊപ്പം തന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ, MLA അതിന് പറയേണ്ട ഒരു കാര്യം, എന്ത് ശാസ്ത്രീയമായ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്? നിലവിലുള്ള MLAക്കും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനത്തിനുമെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ദേവികുളം നിയോജക മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് എഫ് രാജ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ജയിക്കുമെന്ന് പറയുന്നത്.